പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 25 ക്വസ്റ്റ്യൻസ് GK ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു സീരീസാണിത്. അതിലെ 3-ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. 2-ാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക മുന്നോട്ട് വച്ചത് ആര്? PC മഹലാനോബിസ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരേതന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വാക്യമുള്ള കൃതി. ജാതി നിർണയം ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി നിർണയത്തിൽ നിന്നാണ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് ആര്? ദീനബന്ധു CF ആൻഡ്രൂസ്. 1918 ശ്രീനാരായണ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ഏത്? ശ്രീലങ്ക. അന്നത്തെ സിലോൺ, ഇന്ന് ശ്രീലങ്ക എന്ന് അറിയപ്പെടുന്നു. ശ്രീനാരായണ ഗുരുവിനെ 2-ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവി ആര്? G ശങ്കരക്കുറുപ്പ്. വജ്രസൂചി എന്ന അപരനാമത്തിൽ എഴുതിയത് ആര്? മൂർക്കോത്ത് കുമാരൻ. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി കാറൽ മാർക്സിന്റെ ജീവചരിത്രം രചിച്ച മലയാളി ആര്? സ്വദേശാഭിമാനി K രാമകൃഷ്ണ പിള്ള. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി കാറൽ മാർക്സിന്റെ ജീവചരിത്രം രചിച്ച മലയാളിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥയുടെ പേര്? ജീവശിഖ ജാഥ. പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആര്? മഹാത്മാഗാന്ധി. 1912 കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടി പൂർത്തി പുരസ്കരിച്ച് KP കറുപ്പൻ രചിച്ച നാടകത്തിൻ്റെ പേര്? 1912 കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടി പൂർത്തി പ്രമാണിച്ച് KP കറുപ്പൻ രചിച്ച നാടകത്തിൻ്റെ പേരാണ് ബാലകലേശം. ആത്മാനുതാപം എന്ന കൃതി രചിച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. തിരുവിതാംകൂറിൽ മുക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. തിരുവിതാംകൂറിൽ മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ ആര്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. പത്രപ്രവർത്തനം സംബന്ധിച്ച് ദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ച ആധികാരിക ഗ്രന്ഥം ഏത്? വൃത്താന്ത പത്രപ്രവർത്തനം. ദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകിലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഏത് പ്രസിദ്ധീകരണത്തിൻ്റെതായിരുന്നു? സ്വദേശാഭിമാനി. ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനം രചിച്ചത് ബോധേശ്വരൻ. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ച വനിതയാണ് അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ച വനിതയാണ് അക്കമ്മ ചെറിയാൻ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്നത് പ്രഭാതം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധി. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ സംസ്കൃത പണ്ഡിതൻ ആര്? IC ചാക്കോ. ഇതോടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസും തീർന്നു. ഇനി അടുത്ത സീരീസുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.